വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ എം.വി. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18-നുമായി സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എം.വി. ഗോവിന്ദൻ സമ്മതിച്ചത്. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിലാണ് UDF വർഗീയവാദികൾക്ക് ഒപ്പമാണെന്ന വിമർശനം ഉന്നയിക്കുന്നതെന്നും ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDF-നുമെതിരെ CPM നടത്തുകയാണ്. UDF-ഉം കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി അല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ രാഷ്ട്രീയ പ്രശ്നം. എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക 2000 മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് ചെയ്യുക. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ആ CPM-ന് തിരുത്തും. ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരെയൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സജിച്ചേട്ടൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF-ഉം കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്. മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്? അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. അതായത് ഞങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് അതേയല്ല. നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അതെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ, ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ട് ആകാമെന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് പറയണമായിരുന്നു. അതെ, അത് UDF-ഉം പറഞ്ഞിട്ടില്ല,
ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അത് അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കും. അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാവാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല, ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവര് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനൊക്കെ കൂട്ടി കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിനെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ വി സതീശൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്ക് വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തില് തെളിനീരാണ്. അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയും അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. VD സതീശന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ അവർക്കാവാം നമുക്കാവിക്കൂടാന്ന് പറയുന്നത് വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. MV ഗോവിന്ദനാണ് സംസാരിച്ചത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കും എന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ തോൽവിയല്ല, നേതാവ് മാറേണ്ട ആവശ്യമില്ല, കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടുന്നു എന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മഞ്ജുഷ് ഗോപാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ആ കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അയവിറക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ബാലൻ പറഞ്ഞത് തെറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല ഇതിന് ഉത്തരം. ഈ ചരിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അന്ന് ഇത് നമ്മൾ ഈ മുറിവ് ഉണക്കിയത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ മാറാട് കലാപത്തിന്റെ മുറിവ് ഉണക്കുന്നതിൽ LDF-ഉം UDF-ഉം അന്ന് ഒരുമിച്ച് നിന്നിരുന്നു. അല്ല, എല്ലാ UDF-നെ എതിർക്കുന്നതിന് മാറാട് കലാപം എല്ലാ കാലത്തിലേക്ക് ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം RS-ഉമായിട്ടും BJP-ആയിട്ടും സമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 41 ഡിവിഷനിലാണല്ലോ കോൺഗ്രസിന്റെ 1000 വോട്ട് കുറഞ്ഞു പോയത്. അവിടെയാണല്ലോ BJP ജയിച്ചത് 41. ഇവിടെയാണല്ലോ ഇവിടെ ഏറ്റവും LDF-ന്റെ ഭരണക്കോട്ടത്തിനുള്ള വിലയിരുത്തലല്ലേ? ഒരു വിലയിരുത്തലല്ല. ഇവിടെ കോൺഗ്രസും BJP-യും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടി ചേർന്നിട്ടാണ് CPM-നെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര ആകെ 10 വോട്ട് തികച്ചില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്താ ജമാഅത്തെ ഇസ്ലാമിന് പറയും ഇത്ര വലിയ അതിന്റെ ആവശ്യം എന്താണ്? കാരണം ജമാഅത്തെ ഇസ്ലാമിയും CPM-നെയും LDF-നെയും തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു ആശയമുണ്ട്, വർഗീയതയുടെ ആശയം. ഈ വർഗീയതയുടെ ആശയത്തിന്റെ പിന്നിലാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയത്തിന് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോൾ അവരെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് സത്യം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, പറയാൻ പാടുള്ളതല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുടെ ഭാഗമായിട്ട്. ആ ആശയം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ പിൻപറ്റിയാണ് ലീഗ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം VD സതീശനും കോൺഗ്രസും. അത് പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടാവേണ്ട കാര്യം. ഈ CPM ആചാര്യന്മാർ ഒരിക്കലും ഈ മത രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതമായിട്ട് ബന്ധപ്പെടുത്തരുതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ CPM നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ എപ്പോഴും ഈ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മതകാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അല്ലാണ്ട് ഞങ്ങളല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനം വിശ്വസിച്ചത് ജനങ്ങൾ നല്ലപോലെ വിശ്വാസം, ജനങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ച് നോക്കിക്കോളും. അത് പഠിക്കണ്ട നിങ്ങൾ പഠിപ്പിച്ച് തിരിച്ച ധാരണയുണ്ടല്ലോ, ആ ധാരണ ഞങ്ങൾ തിരുത്തിക്കോളും. CPM ഇല്ലാത്ത സംഘടനാ സംവിധാനം മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ്? അത് മാധ്യമങ്ങൾക്ക് സംഘടനാ സംവിധാനമല്ല, ആശയ സംവിധാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരാശയമുണ്ട്, ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിൽ. അതും കൂടി പറയട്ടെ, ഞാൻ ഇത്രയും കൂടി പറയട്ടെ, ഞാൻ പറയാം. ആശയം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഈ ആശയത്തിന് കണ്ണി ചേർക്കാൻ സാധിച്ചാൽ ആ കണ്ണി ചേർക്കപ്പെട്ട ആശയം കേവലമായ ആശയമല്ല, അതൊരു ഭൗതിക ശക്തിയാണ്. ഒരു ഗണ്ണത്തിന്റെ കണക്കല്ല ഇത്. ഒരാശയം ഒരു ഭൗതിക ശക്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഈ പറയുന്ന CPM വിരുദ്ധത പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിന് കണ്ണി ചേർക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് ഒരു ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് മാർക്സം. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസന്ദർശനത്തിൽ മാറാൻ പോകുന്നില്ല. അപ്പോൾ അതേപടി തന്നെ ആ ആശയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് ആശയത്തെ പ്രതിരോധിക്കുന്ന ആശയമുണ്ടല്ലോ, മറുമരുന്നുണ്ട്. അത് ഈ ആശയം തന്നെ എതിരായിട്ടുള്ള ആശയം. നിങ്ങൾ ഈ ആശയം തെറ്റാണ്, ഇത് വർഗീയവാദത്തിന്റെ നിലപാടുകളാണ്, വർഗീയ ആശയങ്ങളാണ്. ഈ ആശയത്തെ ഫലപ്രദമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മറ്റൊരു പ്രചാരണം. അല്ല, തെറ്റായ ശരിയായ പ്രചാരമല്ലേ? എന്ത് തെറ്റായി പോയത് എങ്ങനെയാ? ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുക? അതായിരിക്കും മുഖ്യ മുദ്രാവാക്യം അല്ലേ? അതായിരിക്കുന്നില്ല, അതുകൂടി വരും. അതായിരിക്കും ഒന്നും പറയണ്ട. ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടെയോ 2021 എങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്? 2016 മുതൽ 2021 വരെയുള്ള പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയിട്ടാണ്. 2021 മുതൽ 2026 വരെ ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും. അല്ലാതെ വർഗീയതയല്ലല്ലോ അതിനകത്ത്. അല്ല, വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതാ പ്രശ്നം. വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഈ ആശയം കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ശരിക്കും ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും വലിയ തോൽവിയോ നിങ്ങൾ കണക്കാക്കില്ല. ഞങ്ങൾ കണ്ട ഒരു തോൽവിയുണ്ട്, അതിനപ്പുറത്ത് ഈ നേതൃത്വം തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ ഒരു ജനവിധിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ശരിയായ തീരുമാനം. ഒരു സംശയമില്ല, അതിലൊരു സംശയം വേണ്ട. നേതാവിനെയോ പാർട്ടിയോ ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ജനം തിരസ്കരിച്ചു. നിങ്ങൾ തിരസ്കരിക്കാണ്ടിരുന്നാൽ മതി. നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഞങ്ങൾ ശരിയായ മറുപടി പറയും. ഒരു തവണ അമിത ആത്മവിശ്വാസത്തിന് തിരിച്ചടി കിട്ടിയത് ഇത് ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. ആത്മവിശ്വാസം പരാജയത്തിലേക്ക് അതാണ് പറഞ്ഞത്. അതാണ് ആ പരാജയമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.